പഠിപ്പ് മുടക്കുന്ന വിദ്യാർത്ഥികളെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. എന്നാൽ പരീക്ഷ മുടക്കുന്ന കുട്ടികളെയും നമ്മളിപ്പോൾ കണ്ടു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പരീക്ഷ നടത്തിപ്പ് സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചതിലാണ് വിദ്യാർത്ഥികളുടെ എതിർപ്പ്. മൊത്തം തട്ടിപ്പാണെന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. അതായത് സ്വന്തം ഭാവി പോകുന്നത് പോലും നോക്കാതെ നടത്തുന്ന സമരം. ഇതിൽ നിന്നും ഊർജം കൊണ്ട് CPM-നും കമ്പനിക്കും ദില്ലിയിൽ പോയി മോദിക്കെതിരെ സമരം നടത്താനുള്ള ആർജവം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കലാപരിപാടികളുടെ ആമുഖം നോക്കാം. ദേശീയ ദുരന്തത്തിനെതിരെ ദില്ലിയിൽ UDF ചേർന്നു. നമുക്ക് പോയിട്ട് വരാം. ഇവിടെ ഒന്നും വിറച്ചിട്ട് പാടില്ല. എല്ലാവരും കൂടി പോയിട്ട് വരാം. തണുപ്പൻ സമരത്തെ രാഹുൽ ഗാന്ധി എത്തി ചൂടാക്കി. മോദിക്ക് ആണിയടിക്കാനുള്ള രേഖ തന്റെ കയ്യിലുണ്ടെന്ന് രാഹുൽ. The Prime Minister is personally terrified of me being allowed to open my mouth inside the Lok Sabha. ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. യഥാർത്ഥ രാജ്യസ്നേഹികൾ തങ്ങളാണെന്ന് ഉറപ്പിക്കാൻ BJP-കാരുടെ വക ജനഗണമന. ദേശീയ ഗാനം ആലപിച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ പോകണമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം ദേശീയ ഗാനത്തെ ഒരു പ്രതിഷേധമായിട്ട് പാടുന്നത് ശരിയാണോ? DCC പ്രസിഡന്റുമാരെ വാഴിക്കുന്ന ചടങ്ങുകൾ തുടരുന്നു. എറണാകുളത്തിന്റെ കണക്ക് പുസ്തകം TJ വിനോദിനെ ഏൽപ്പിച്ചു. വിൽപത്രത്തിന്റെ കോപ്പി, ഏറ്റെടുത്തായിട്ടുള്ള സമ്മതപത്രം, ആദ്യം ഇതിൽ ഒരു ഒപ്പിടണം. സിനിമാഭിനയം തുടരുന്ന PC അച്ചായൻ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക്. കവിളത്തെ റെഡ് ഒന്ന് കൂട്ടി അടിച്ചോ. ഇവിടെ ലേശം കിടിലൻ രംഗങ്ങൾക്ക് ചുവടുവെച്ച് PC-യുടെ പ്രകടനം. ഈപ്പച്ചൻ പള്ളിക്കുറിച്ച് പോയിട്ടില്ല, മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. അങ്ങനെ പറഞ്ഞ് UDF ദില്ലിയിലെത്തി മോദിക്കെതിരെ സമരം ചെയ്യാൻ. വിഷയം നിലവിലുള്ളതൊക്കെ തന്നെ: നോട്ടും സഹകരണവും പിന്നെ റേഷനും. കോൺഗ്രസും കേരള കോൺഗ്രസുകളും ലീഗും CMB-യും RSPയും തൊട്ട് എല്ലാവരുമുണ്ട് പ്രതിഷേധത്തിൽ. അവിടെയാണെങ്കിൽ ആന്റൺ ജി, മുല്ലപ്പള്ളി ജി, മുകുൾ വാസ്നിക് ജി തുടങ്ങിയ ജികൾ എല്ലാവരെയും സ്വീകരിക്കാനുമുണ്ട്. ദില്ലിയിൽ തന്നെ സ്ഥിരമായി താമസമാക്കിയ ജികൾക്ക് തണുപ്പും കുളിരും ഒന്നൊരു പ്രശ്നമല്ല. എന്നാൽ ഇവിടുന്ന് പോയ കുട്ടികളടക്കമുള്ളവർക്ക് കാലാവസ്ഥയൊക്കെ വലിയ പ്രശ്നമാണ്. നമുക്ക് പോയിട്ട് വരാം. ഇവിടെ ഒന്നും വിറച്ചിട്ട് പാടില്ല. എല്ലാവരും കൂടി കാര്യം ചെയ്യാം, ഞങ്ങളോട് നിൽക്കാൻ ചോദിപ്പം പോയിട്ട് വരാം. ഒറ്റയ്ക്കോ? പോയിട്ട് വരാൻ എനിക്കിനി നടക്കാൻ വയ്യ. എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിച്ചേ പറ്റൂ. അമ്മണിക്കുട്ടി, ഈ സാധനങ്ങളൊക്കെ നോക്കി ഇവിടെ ഇരിക്കും. ഞങ്ങൾ എനിക്ക് പേടിയാവും. ആരെങ്കിലും വന്നാൽ ചൈരുനാരായണയുടെ മോളെന്ന് പറഞ്ഞാൽ മതി, അവർ പേടിച്ച് ഓടിക്കോളും. ഗവൺമെന്റിനെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കും. തെറ്റിദ്ധരിക്കാതെ ഞങ്ങൾ സമരം അവസാനിപ്പിക്കത്തില്ല. സഹകരണ സംഘങ്ങളുടെ മേൽ ഏർപ്പെട്ടിരിക്കുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചുകൊണ്ട് ഈ സർക്കാരിനെ കൊണ്ട് തന്നെ തീരുമാനം ഉണ്ടാക്കിക്കും. അതുവരെ ഏതറ്റം വരെ എത്ര ശക്തമായ പ്രക്ഷോഭണം വേണ്ടിവന്നാൽ ആ പ്രക്ഷോഭണം നിർത്തുവാൻ ഞങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുന്നതാണ്. കേരളത്തിലുള്ള മാത്രമല്ല, ഇന്ത്യയിലെ 17 പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി ഒഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് മോഡി എത്ര ധിക്കാരം പറഞ്ഞാലും അവസാനം അദ്ദേഹം മുട്ടുമടക്കേണ്ടി വരും, നിലപാട് തിരുത്തേണ്ടി വരും, തിരുത്തിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാവോ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. ഒരു സാധാരണ ചായ കച്ചവടക്കാരനായ നരേന്ദ്രമോദിക്ക് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പരിഷ്കാരം ഏർപ്പെടുത്തുമ്പോൾ സാമ്പത്തിക
മനസ്സിന്റെ വിശ്വാസത്തിലെടുക്കട്ടെ. സ്വന്തം പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യട്ടെ. ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത പാർലമെന്റിനോട് ഈ കാര്യം പറയണ്ടേ? എനിക്കാരെ പേടിയില്ല, ഞാൻ പറയും, പറഞ്ഞിട്ടുണ്ട്, അങ്ങ് ഡൽഹി വരെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനിടയിൽ ഒരാളെ അവിടെയൊന്നും കണ്ടില്ല, ഉമ്മൻ സാറിനെ. എല്ലാവരും പറയുന്നത് DCC പ്രസിഡന്റ് പ്രഖ്യാപനത്തിലെ അതൃപ്തി കാരണമാണ് അദ്ദേഹം അവിടെ വരാത്തതെന്നാണ്. എന്തായാലും എവിടെയെങ്കിലും തടഞ്ഞു വെച്ച് സംഗതി ചോദിച്ചേക്കാം. ഞാൻ വളരെ നേരത്തെ എഗ്രി ചെയ്തിരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ഒരു വിധത്തിൽ മാറ്റിവെക്കാനൊക്കത്തില്ല, അതുകൊണ്ടാണ് വന്നത്. അതിനൊരു വിവാദവും ഇല്ല. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. ആര് പറയുന്നു? അതെങ്കിലും സൃഷ്ടിയായിരിക്കും, അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അവിടെ പറഞ്ഞു. വെറുതെ ആ പാവത്തെ സംശയിച്ചു. മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ദില്ലിയിലേക്ക് പോകാതിരുന്നത്, അല്ലാതെ സുധീറിനോടോ ചെന്നിത്തലയോടോ എതിർപ്പുള്ളത് കൊണ്ടൊന്നുമല്ല. പിന്നെ സുധീറിന് തൃപ്തിയായി കാണും. ഈയിടെയായി എന്ത് പ്രശ്നമുണ്ടെങ്കിലും അടയും ചക്കരയുമായി കഴിഞ്ഞ ഉമ്മച്ചനെയും ചെന്നിത്തലയെയും രണ്ടാക്കാൻ കഴിഞ്ഞല്ലോ. ഇതിൽ പരം ഇനി എന്തു വേണം? കേരള നേതാക്കൾ ദില്ലിയിലെത്താൻ വേണ്ടി കാത്തിരുന്നതാണോ ആവോ? രാഹുൽ ഗാന്ധി ഒരു ഉഗ്രൻ സാധനം അതിനിടെ പൊട്ടിച്ചു. നോട്ടിൽപ്പെട്ട് കുടുങ്ങിയ പ്രധാനമന്ത്രിക്കെതിരെ മോദി അഴിമതി നടത്തിയുള്ള രേഖ തൻ്റെ കയ്യിലുണ്ടെന്ന്, ഈ കൈകളിലുണ്ടെന്ന്. The Prime Minister is personally terrified of me being allowed to open my mouth inside the Lok Sabha. Because I have information on the Prime Minister that is going to explode his balloon. And I am not being allowed to speak in the House. So I would request the government to allow the entire opposition to speak in the House. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. കയ്യിൽ രേഖയുണ്ടെന്ന് മനസ്സിലായി. എന്നാൽ അത് പുറത്തെടുത്താൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകൂ. രേഖ പാർലമെൻറ്റിൽ വെച്ച് പുറത്തിറക്കുമെന്ന് പറഞ്ഞതും കൊള്ളാം. അങ്ങനെയാണെങ്കിൽ അത് വേഗം വേണം. വെള്ളിയാഴ്ച കഴിഞ്ഞാൽ രേഖ പുറത്തിറക്കാൻ പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. വെറുതെ പാഴ്ചെലവാകും. അങ്ങ് കേന്ദ്രത്തിലെ പ്രശ്നം പറഞ്ഞ് ഇങ്ങ് കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളെ കണ്ടില്ലെന്ന് പറയരുത്. എല്ലാം കാണുന്നുണ്ട്. ആദ്യം ദേശീയ ഗാനത്തിൽ തന്നെ പിടിക്കാം. ചലച്ചിത്രമേളയിൽ ജനഗണമന കേൾപ്പിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്തവരെ ഇനിയും തൊട്ട് കളിച്ചാൽ മേള തന്നെ ബന്ദാക്കും എന്ന കമലിൻ്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ മുഴുവൻ രോഷവും. അരിശമടങ്ങാതെ BJPക്കാർ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ കമലിൻ്റെ കൊടുങ്ങല്ലൂരിലെ വീട്ടിലേക്ക് മാർച്ചും ധർണയും നടത്തി കളഞ്ഞു. ദേശീയ ഗാനം ആലപിച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ പോകണമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം ദേശീയ ഗാനത്തെ ഒരു പ്രതിഷേധമായിട്ട് പാടുന്നത് ശരിയാണോ? അപ്പോൾ അതല്ലേ ശരിക്കും പറഞ്ഞെങ്കിൽ ദേശീയ ഗാനത്തെ അവമാനിക്കുന്നത് അവരല്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഞങ്ങളാരും ദേശീയ ഗാനത്തെ അവമാനിച്ചിട്ടില്ല. ദേശീയ ഗാനം ഇവിടെ പാടാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ ദേശീയ ഗാനം വെക്കാൻ പാടില്ല എന്നോ ഞാനോ ചലച്ചിത്ര അക്കാദമി അങ്ങനെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അത് പറ്റി ഇയാൾ പൊതുവെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നത് നക്സലേറ്റും അല്ല, അതിന്റെ അപ്പുറത്തുള്ള ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇയാൾ CPI-കാരനോ CPM എന്തായാലും രണ്ട് പാർട്ടിയുടെ അവതാരം കൊണ്ടാണ് ഇന്ന് ഈ ചെയർമാൻ സ്ഥാനം കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഇയാൾ വെറുതെ നാട് നന്നാക്കാനും നാട്ടിലെ സംസ്കാരം കൊണ്ടു നടക്കാനും വേണ്ടിയിട്ടല്ല. ഇദ്ദേഹം
ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് സുപ്രീം കോടതിയുടെ വിധിയാണ്, അത് അനുസരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒക്കെ തന്നെ പ്രസ്താവന നൽകിയിട്ടുള്ളത്. നിങ്ങളൊക്കെ കണ്ടു കാണും. ഞങ്ങളിവിടെ തിയേറ്ററിൽ എല്ലാ ഷോയ്ക്കും സ്ലൈഡ് ഇടുന്നുണ്ട്. ദേശീയഗാനം കമ്പൽസറി ആയിട്ട് ദേശീയഗാനം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റിരിക്കണമെന്നും, അത് പോരാതെ ആങ്കേഴ്സ്, ഇവിടുത്തെ ഞങ്ങളുടെ ആങ്കേഴ്സ് മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുന്നുമുണ്ട്, അത് ആവർത്തിക്കുന്നുണ്ട് ദേശീയഗാനം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഒരിക്കലും ഇതിനെതിരെ നിന്നിട്ടില്ല. മേളയിൽ കയറി അറസ്റ്റ് ചെയ്താൽ അത് നിർത്തിവെക്കുന്നതടക്കമുള്ള മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുണ്ടാകുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇത് സൂചിപ്പിക്കുന്ന എന്താ? ഈ നാട്ടിലേത് വിഘടനവാദ പ്രവർത്തനവും തുള്ളിക്കഴിഞ്ഞാൽ അതിന് ഒത്താശ ചെയ്യണമെന്നാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡെലിഗേറ്റ്സ് പടം കാണാൻ വരുന്നവർ പല പൊളിറ്റിക്സ് ഉള്ള ആൾക്കാരായിരിക്കും, പല രീതിയിലുള്ള ഇതുള്ള ആൾക്കാരായിരിക്കും. അവരുടെ ദേശസ്നേഹം അവരെങ്ങനെ പ്രകടിപ്പിക്കുന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്, അല്ലാണ്ട് ഇവിടുത്തെ ചില സംഘടനകളല്ല. അപ്പോൾ അതാണ് അവരുടെ പ്രതിഷേധം. അതൊരിക്കലും തിയേറ്ററിൻ്റെ അകത്ത് ഒരു പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുമില്ല. അവർ പുറത്താണ് ഇത് പ്രതിഷേധങ്ങൾ മുഴുവൻ ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. തിയേറ്ററിൻ്റെ അകത്ത് ചില ആൾക്കാർ എഴുന്നേറ്റിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയെയും ചെയർമാനെയും എന്തുകൊണ്ട് ബ്ലെയിം ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാണ് കമലായത്. നേരത്തെ അവിടെ സൂചിപ്പിച്ചില്ലേ, ഇതിനു മുമ്പ് ഈ കലാലുദ്ദീൻ രക്ഷാധികാരിയായിട്ടുള്ള ആ ഫിലിം സൊസൈറ്റിയിലാണ് അന്ന് കാശ്മീർ ഇല്ലാത്ത ഭാരതം ആ സിനിമ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഞാൻ ആകെ പറഞ്ഞത് അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചലച്ചിത്ര അക്കാദമിയുടെ അറിവോട് കൂടിയല്ല ഇവിടെ ഒരു അറസ്റ്റ് നടന്നത്. അങ്ങനെ ഒരു അറസ്റ്റ് നടന്നത് ദൗർഭാഗ്യകരമായി എന്ന് മാത്രമാണ് ഞാനൊരു പ്രസ്താവന നൽകിയത്. അതിൻ്റെ പേരിൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ പ്രതിഷേധിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ദേശീയഗാനത്തെ അപമാനിക്കുന്നത് ഞങ്ങളല്ല, ഈ പറയുന്ന സംഘടനകളോ അല്ലെങ്കിൽ അവരാണ്. കാരണം അനവസരത്തിലും അനുചിതമായിട്ടും ദേശീയഗാനം പാടുകയാണ് അവർ ചെയ്യുന്നത്. നടു റോഡിൽ നിന്നിട്ട് എൻ്റെ വീട്ടിൽ മുമ്പിൽ നിന്നിട്ട് ദേശീയഗാനം പാടുമെന്ന് പറയുമ്പോൾ അവർ തന്നെ ചിന്തിക്കുക, ദേശഭക്തി എന്ന് പറയുന്നത് അവരുടെ മാത്രം സ്വന്തമാണോ, അതോ ഞങ്ങൾക്കാർക്കും ഈ ദേശഭക്തി ഇല്ലാത്തവരാണോ എന്നുള്ള അവർ തന്നെ ചിന്തിക്കുക. അല്ലെങ്കിൽ ദേശീയ ഗാനത്തെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്തവരാരാണെന്നുള്ളത് അവരാലോചിക്കുക. എനിക്ക് അത്രയും പറയാനുള്ളൂ. ഇതോടെ ഒരു കാര്യം മനസ്സിലായി, ഇന്ത്യയിലെ യഥാർത്ഥ രാജ്യസ്നേഹികൾ ആരാണെന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവരാണോ അതോ കമലിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയവരാണോ ഈ രാജ്യസ്നേഹികളിൽ ഉയർന്നു നിൽക്കുന്നതെന്നുകൂടി ഒന്ന് വ്യക്തമാക്കി തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഇനി PC അച്ചായൻ്റെ ലൊക്കേഷൻ വരെ ഒന്ന് പോകണം, ഇടവേള കഴിഞ്ഞ്. കോണകം വലിച്ചൂരിയേറിയ പാർട്ടിയുടെ കൊടി വലിച്ചൂരിയേറിയ ആരുടെ ധൈര്യം തന്നത്? ഞാൻ പുറത്തു നിന്നോളാം.